നമ്മുടെ ഭാരതം വളരെ വലിയ ഒരു സംസ്കാരത്തിൻ്റെ അടിത്തറയാണ്. ഈ സംസ്കാരം, നമ്മുടെ ഹിന്ദുത്വം, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതിലുപരി ഹിന്ദുസ്ഥാൻ നടത്തുന്ന ഹിന്ദുസ്ഥാനിൻ്റെ ഒരു ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത ശൈലിയാണ് എന്ന് പലർക്കും അറിയില്ല. 100 വർഷമായിട്ട് RSS ഇവിടെ പ്രവർത്തിക്കുന്നു. ഭാരതത്തിൽ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് സേവനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ പലരുടെയും ഇടയിൽ ഇതിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നിർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ, നമ്മുടെ പാഠ്യപദ്ധതികളിൽ, സ്കൂൾ കോളേജ് പാഠ്യപദ്ധതികളിൽ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ പഠനം നൽകുന്നില്ല, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ജനങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ, ഇതിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിൻ്റെ സദ്ഗുണങ്ങളെക്കുറിച്ച് അറിവുള്ളൂ. നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വളരെ വലിയൊരു മഹിള ഉണ്ടായിരുന്നു, അഹല്യാഭായ് ഹോൾക്കർ എന്ന് പറഞ്ഞ്. 300 വർഷത്തിന് മുൻപ് മാൾവ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു. അന്നത്തെ കാലത്ത് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്കിലും അഹല്യാഭായ് ഹോൾക്കറെ കുറിച്ച് ഒരു പാഠ്യപദ്ധതിയിലും ഒരു വിവരവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഖേദകരമാണ്.